കൊച്ചി കോർപ്പറേഷനിൽ പദ്ധതി നടത്തിപ്പിലും ഫണ്ട് വിനിയോഗത്തിലും ഗുരുതര വീഴ്ച വരുത്തിയെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. കഴിഞ്ഞ 4 വർഷത്തിനിടെ അംഗീകാരം ലഭിച്ച 5348 പദ്ധതികളിൽ നടപ്പാക്കാനായത് 45% മാത്രമാണ്. കേന്ദ്ര ആവിഷ്കൃത ഫണ്ടിലും ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിലും വിനിയോഗിക്കാനായത് അനുവദിച്ച തുകയുടെ 10% താഴെ മാത്രം. പദ്ധതി നടത്തിപ്പിലെ വീഴ്ച മൂലം കോർപ്പറേഷന് കോടികളുടെ നഷ്ടമെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കൊച്ചി കോർപ്പറേഷനിൽ പദ്ധതി നടത്തിപ്പിലും ഫണ്ട് വിനിയോഗത്തിലും ഗുരുതര വീഴ്ച വരുത്തിയെന്ന ഓഡിറ്റ് റിപ്പോർട്ട്. കഴിഞ്ഞ 4 വർഷത്തിനിടെ അംഗീകാരം ലഭിച്ച 5348 പദ്ധതികൾ നടപ്പാക്കാനായത് 45% മാത്രമാണ്. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിജീഷ്, കേൾക്കാമെങ്കിൽ തുടരാം. 2023-2024 വർഷത്തെ കൊച്ചി കോർപ്പറേഷന്റെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഈ വലിയൊരു വീഴ്ചയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അത് കൃത്യമായി തന്നെ 935 കോടി രൂപ വരവും ഒപ്പം തന്നെ 886 കോടി രൂപ ചെലവും മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് ആയിരുന്നു അവതരിപ്പിക്കപ്പെട്ടത്. എന്നാൽ ഇതിൽ ചെലവാണെങ്കിലും വരവാണെങ്കിലും പകുതിയായി കുറഞ്ഞു എന്നത് തന്നെയാണ് ഈ വീഴ്ച. എങ്ങനെയാണ് അതിൽ നടന്നിരിക്കുന്നത്, ഉദ്യോഗസ്ഥ തലത്തിലടക്കമുള്ള വീഴ്ചകൾ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുന്നത്. കാരണം 935 കോടി രൂപയിൽ വരവ് പറയുമ്പോൾ അത് നേർപകുതിയായി കുറഞ്ഞു, ചെലവ് കണക്കാക്കിയത് അത് നേർപകുതിയായി കുറഞ്ഞു. അങ്ങനെ 2019 മുതൽ ഓരോ വർഷവും DPC അംഗീകരിച്ച പദ്ധതികൾ നടപ്പിലാക്കിയതിലും ഒപ്പം തന്നെ പകുതി താഴെ പ്രൊജക്ടുകൾ മാത്രമാണ് നടപ്പിലാക്കാൻ കഴിഞ്ഞത്. 5398 പദ്ധതികൾക്കാണ് 2019 മുതൽ 2023-24 സാമ്പത്തിക വർഷം വരെ അനുമതി ലഭിച്ചിരുന്നത്. ഇതിൽ നടപ്പിലാക്കിയത് 2475 പദ്ധതികൾ മാത്രമാണ് എന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ പുറത്തു വരുന്നു. 316 കോടി രൂപ വിവിധ പദ്ധതികളിൽ ഗ്രാന്റായി ലഭിച്ചപ്പോൾ ചെലവഴിച്ചത് 88 കോടി രൂപയാണ്. അതായത് അതിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് ചെലവഴിക്കപ്പെട്ടത് എന്ന കണക്കുകൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നു. ചെലവ് പരിധി 80% കൈവരിക്കാൻ ആയില്ല എന്നതാണ് അതിലേറ്റവും വലിയ ഒരു പോരായ്മയായി ഇവിടെ നമുക്ക് കണക്കാക്കാനും വ്യക്തമാക്കാനും കഴിയുക. നിലവിൽ 14,84,00,000 രൂപയാണ് നഷ്ടമാകുന്ന ഒരു സ്ഥിതി. കൊച്ചി കോർപ്പറേഷന് അവരുടെ തന്നെ വീഴ്ച കൊണ്ട് നഷ്ടമാകുന്ന ഒരു സ്ഥിതി എന്ന് പറയുന്നത് 14,84,00,000 രൂപയാണ് എന്നും ഈ പുറത്തു വന്നിരിക്കുന്ന കണക്കുകളിൽ കൃത്യമായി തന്നെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ തുക അടുത്ത സാമ്പത്തിക വർഷത്തെ അലോട്ട്മെന്റും കുറവ് വരുത്തും. നികുതി പിരിക്കുന്നതിലെ വീഴ്ചയുടെ പേരിൽ വികസന ഫണ്ടിൽ 1% കുറവ് വരുത്തുമ്പോൾ കോർപ്പറേഷന് നഷ്ടമാകുക 81 ലക്ഷം രൂപയാണ്. അവിടെയും കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സാമ്പത്തിക നഷ്ടത്തിലേക്ക് തന്നെ പോകുന്നു എന്നതിൻ്റെ തെളിവുകൾ പുറത്തു വരുന്നു. എങ്ങനെയാണ് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ തലത്തിലുള്ള വീഴ്ചകൾ അതൊരു കോർപ്പറേഷനെ കാര്യമായി ബാധിക്കുന്നത്, അതിൻ്റെ സാമ്പത്തിക നേട്ടങ്ങളെയും മുന്നോട്ടുള്ള വികസന പദ്ധതികളെയും എങ്ങനെയാണ് കൃത്യമായി ബാധിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തം തന്നെയായി മാറുകയാണ് ഈ പ്രധാനപ്പെട്ട കണക്കുകൾ എന്ന് പറയുന്നത്. 2023-2024 വർഷം 146 കോടി രൂപയുടെ ഗ്രാന്റ് കിട്ടിയപ്പോൾ ചെലവഴിക്കാനായത് 13 കോടി രൂപ മാത്രമാണ്. അവിടെ ആ ഒരു വ്യത്യാസം ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. 146 കോടി രൂപയുടെ ഗ്രാന്റ് ലഭിക്കുന്നു, അതിൽ ചെലവഴിക്കാനാകുന്നു എന്ന് പറയുന്നത് 13 കോടി രൂപ. 1%, 1-2% വരുന്ന ചെറിയൊരു തുക മാത്രം ചെലവഴിച്ചുകൊണ്ട് ബാക്കി മുഴുവൻ ലാപ്സായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ഈ കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ ഒരു തിരുത്തൽ വരുത്തേണ്ട ഘട്ടം തന്നെ ആയി എന്ന് വ്യക്തമാവുകയും ചെയ്യുന്നു.